നമ്മുടെ സെഗ്മെന്റ് പേര് ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ. നിങ്ങളുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് മുന്നോട്ട് പോവല്ലേ? നിങ്ങളുടെ ലൈഫിൽ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാനൊന്ന് ഓർമ്മപ്പെടുത്താൻ പോവാണ്. അതൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു ഡിന്നർ സെറ്റ് ആണ് എന്റെ വക. ഓ സെറ്റ്. എന്നാ കൊള്ളാം. ഞാൻ പോയിന്റ് കൂടെ കേക്കട്ടെ. എന്നിട്ട് മതി അവിടെ ഇരിക്കട്ടെ. ആദ്യത്തെ സാധനം ഞാൻ പറയട്ടെ, നിങ്ങൾ പ്രപ്പോസ് ചെയ്ത ഒരു ദിവസം ഉണ്ടല്ലോ, ഓർമ്മയുണ്ടോ പിള്ളേരെ? അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉറക്കം കളഞ്ഞ ആ ദിവസം, പ്രപ്പോസിംഗ് ഡേ ഒന്ന് ഓർമ്മിപ്പിക്കാമോ? ഞങ്ങൾക്ക് പറഞ്ഞല്ലോ എങ്ങനെയായിരുന്നു? മറക്കില്ലല്ലോ നമ്മള്. താങ്കളാണ് പ്രപ്പോസ് ചെയ്തത്. പക്ഷെ താങ്കളെ പ്രപ്പോസ് ചെയ്ത, പക്ഷെ ആ പ്രപ്പോസൽ ഇവര് ഭയങ്കരമായിട്ട് റിജക്ട് ചെയ്തു. കറഞ്ചും മുറഞ്ചും ഒരു ഇതില്ലാതെ റിജക്ട് ചെയ്തു. ഇത്രയും സുന്ദരനായിട്ടുള്ള അന്ന് ഇത്രയും ഭംഗിയാണ്. ഇപ്പോഴൊന്നും മെച്ചപ്പെട്ടത്, ഇപ്പോഴൊന്നും ഭംഗിയായി പല്ലൊക്കെ കിട്ടി. അപ്പൊ പറ, എങ്ങനെയായിരുന്നു ആ പ്രപ്പോസിംഗ് ഡേ? ഇല്ല, ഞാൻ വിചാരിച്ച അന്ന് ഇവള് വന്നില്ല. അപ്പൊ ഞാൻ ടെഡിനെ അടുത്ത് ഫോട്ടോ എടുത്ത് അയക്കാൻ തോന്നുന്നു ചെയ്തല്ലേ. എങ്ങനെയായിരുന്നു മോളൂസേ? എങ്ങനെയായിരുന്നു ആ ദിവസം? ഇതൊന്നും ഞങ്ങൾ എവിടെ പറയില്ലെന്ന് വിചാരിച്ച ഇയാള് ഇതന്നെ ചോദിക്കുന്നേ. കട്ട് ആൻഡ് ഷോർട്ട് ആയിട്ട് പറയാം. അതായത് ഒരു വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പൊ അന്ന് ആക്ച്വലി എല്ലാരും ഇഷ്ടം തുറന്നു പറയുന്ന ദിവസമാണ് ഇതുപോലെ ഒരു വാലന്റൈൻസ് ഡേ ദിവസം. അതെ. അപ്പം ഇവൻ ആ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടി അവിടെ റെഡി ആയിട്ടിരിക്കുന്നു. ഞാൻ വരുന്നു പറഞ്ഞു, പക്ഷെ ഞാൻ പോയില്ല. അപ്പം ഞാൻ പോയില്ല. അപ്പം എങ്ങനെയാലും പറയണല്ലോ അന്നത്തെ ദിവസം. അപ്പം എനിക്കൊരു ബോക്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെ പിടിച്ചിട്ടൊരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നു. അപ്പൊ എന്ത് വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് ആയിട്ട് മൊത്തത്തിലൊരു പ്രശ്നം. അരുണ്, ചിഞ്ചും, മഞ്ജു ആ കൂട്ടത്തിൽ ഒരു ഗിഫ്റ്റും കൂടെ എന്നൊക്കെ. അപ്പം എനിക്ക് ഏകദേശം ഒരു റൂട്ട് മനസ്സിലായി. പിന്നെ പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ ചെന്നപ്പം ഞാൻ പറഞ്ഞു എടുക്ക ഗിഫ്റ്റ് എടുക്കുക. എനിക്ക് അതിനകത്ത് എന്താ പറയാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് അല്ല, അത് ഇങ്ങനെ ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാണ്. ഓക്കെ. അപ്പം തുറന്നപ്പം അതിനകത്ത് ഒരു ടെഡിയും പിന്നെ അതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു ഐ ലവ് ഇതുപോലത്തെ ഒരു ലവ്, കുഞ്ഞു ലവ്, ഫ്രണ്ട് ആയിട്ട് ഒരു ഐ ലവ് യു ഐ ലവ് യും പിന്നെ ഒരു ഡയറി മിൽക്കും ഉണ്ടായിരുന്നു. അതായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഡയറി മിൽക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അതും വെച്ചിട്ട് പോയിന്റ് ഇഷ്ടമായതുകൊണ്ട് എല്ലാരും ഡയറി മിൽക്ക് മേടിച്ചു കൊടുക്കണ്ട, സെറ്റ് ആവില്ല. അങ്ങനെ മേടിച്ചു തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ഇതെന്താ സംഭവം ചോദിച്ചു. അപ്പൊ അല്ല അറിയാട്ടെ. അപ്പൊ ഒന്നുമില്ല, ഞാൻ വെറുതെ മേടിച്ചതാ അതൊക്കെ, അതിന് വേണ്ടിട്ടൊന്നുമല്ല അതൊക്കെ പോരെ. അങ്ങനെ പറഞ്ഞു. അവിടെ പിന്നെ ഓഫ് കോഴ്സ് ഞാൻ റിജക്ട് വെച്ചാൽ വേണ്ട, പരിപാടി നമുക്ക് സെറ്റ് ആവില്ല, അത് ഇതൊന്നും ശരിയാവില്ല, ഞാൻ ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, പിന്നെ ഫ്യൂച്ചറൊക്കെ ആലോചിച്ചിട്ടുണ്ടോന്നൊക്കെ പറഞ്ഞ എന്തൊക്കെ തള്ളി. അന്ന് ഭയങ്കര ഡയലോഗിയായിരുന്നു ഞാൻ. അങ്ങനെയൊക്കെ പറഞ്ഞ അത് അവിടെ സെറ്റ് ആയി. പിന്നെ നമ്മള് എന്താ പറയാ ടെക്സ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട്. മതിട്ടാ അല്ല, എനിക്ക് അവനെ ഇഷ്ടമാണ്. കാരണം നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ ഇവനെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് പെമ്പിള്ളേർക്ക് അവനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അവന്റെ. അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് മാർക്കറ്റ് വേണ്ട. ഇനി ഇത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഫസ്റ്റ് ഡേറ്റ് അങ്ങനെ എന്തെങ്കിലും പോയിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? പുറത്ത് നടന്നിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും? അല്ല, ശരിക്കും പറഞ്ഞ ഇപ്രാവശ്യം ഞങ്ങൾ അത് ആലോചിക്കായിരുന്നു ഡേറ്റിന് പോകുന്നു. അതെ, 11 വർഷങ്ങൾക്ക് ശേഷം. വർഷങ്ങള് കൂടുന്തോറും മറ്റേ മാറിപ്പോയി. അതെ, അത് സാധനം മനസ്സിലായി. അതെ അതെ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഡേറ്റിന് വന്നപ്പോ കല്യാണത്തിന് മുന്നേ നിങ്ങൾ പോയിട്ടില്ല? അതൊക്കെ പോയിട്ടുണ്ട്. അതൊന്നും പുറത്തു പറയാൻ പറ്റില്ല. അത് ഞങ്ങക്ക് വേണ്ട. ഹോട്ട് ആൻഡ് സിസ്കേറ്റോസ് ബീച്ച് കയറട്ടെ. എന്റെ അപ്പോ ഇവൻ ശരിയല്ല. ഡേറ്റ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഡേറ്റ് ഇല്ല. അങ്ങനെയല്ല, എവിടെയെങ്കിലും ഒരുമിച്ച് പോയത് എപ്പോഴെങ്കിലും ഒക്കെ? അത് എപ്പോഴും അങ്ങനെ ഉള്ളോണ്ടേ കൺഫ്യൂഷൻ ആയിരുന്നു. പോട്ടെ. ഇത് പക്ഷെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമായിരിക്കും എന്തായാലും. ഇതേപോലെ ഹോട്ട് ആൻഡ് സസ്കരിക്കുമല്ലോ. അല്ല. ഡാൻസിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതരായവരാണ് സുഹൈദ് കുക്കുവും ദീപ പോളും. ഡിഫോ ഡാൻസ് എന്ന പരിപാടിയിലൂടെയാണ് കുക്കുവിനെ നമുക്ക് എല്ലാവർക്കും പരിചയം.
കുക്കു എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഡാൻസ് ആയിരിക്കും എല്ലാവർക്കും ഓർമ്മ വരുന്നത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഇവരുടെ വിവാഹം. ഈ വിവാഹത്തോടെ കുക്കുവും ദീപയും ഒരു ഡാൻസിംഗ് കപ്പിളായി നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലായിരുന്നു ഇവരുടെ വിവാഹം നടന്നത്. ഇതിനെക്കുറിച്ച് പലപ്പോഴും ഇരുവരും തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. വീട്ടുകാരുടെ സപ്പോർട്ടൊന്നും അധികം ഇല്ലാതെയായിരുന്നു വിവാഹം. എന്നാൽ വിവാഹം വലിയ ആർഭാടമായിട്ട് തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. വിവാഹത്തിന് ശേഷമാണ് ഇരുവരുടെയും കുടുംബങ്ങൾ തമ്മിലുള്ള സ്നേഹം ഉടലെടുത്തത്. എന്നാൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുകയാണ് ഈ താരദമ്പതികൾ.